നമസ്തേ സുന്ദങ്ങളെ. പിന്നെ ഇന്നൊരാളും കൂടി ഉണ്ട് കേട്ടോ. നമസ്തേ പറ. നമസ്തേ. ഇന്ന് ക്ലാസ്സില്ലല്ലോ, അപ്പം പിന്നെ എൻ്റെ കൂടെ ഇരിക്കുക. പിന്നെന്താ, എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കണം. ഇന്ന് കുറച്ച് കൂടുതൽ പണിയുണ്ട്. ഒന്നാമത് സേവനവാരം, വീട് തന്നെ വൃത്തിയാക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് മറ്റന്നാളാണ് വൈവേ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഓരോന്നും മുറിച്ചും തറച്ചും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ വീട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ കൂടി ആയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ പിന്നെ ക്ലാസ്സിൽ പോയി. പിന്നെ അങ്ങനെ ഓരോരോ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുക. ടെൻഷൻ എന്ന് പറയുന്നത്, എനിക്ക് എക്സാം പിന്നെ നമ്മളെ വർക്ക് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ടെൻഷനില്ല. ഈ ടെൻഷൻ വേറെ ടെൻഷനാണ് കേട്ടോ. പിന്നെ പറയുന്നതിന് എന്താ, പെട്ടെന്ന് ഫീസ് ഫുള്ള് കംപ്ലീറ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവമേ ഇവിടുന്ന് ഒരറ്റക്ക് വന്നു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ പെൻഡിങ് ഉള്ളത് ഓളെന്നെ നോക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ പെൻഡിങ് ഉള്ളത് കംപ്ലീറ്റ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എയിം ചെയ്തത്, നമ്മളെ എക്സാം ഉണ്ട് March 18. അതിൻ്റെ മുന്നേ ആയിട്ട്, അതായത് ഈ മാസം ലാസ്റ്റിൽ തന്നെ നമ്മൾ പൈസയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. വെക്കാന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല, സെറ്റാക്കി വെച്ചിരിക്കുന്നു കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതിന് യാതൊരു നിർവാഹമില്ല, എന്താ ചെയ്യാന്നായിപ്പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ടെൻഷനില്ല. ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞ് മെനിയാന്ന് തൊട്ടേ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഏട്ടനോട് പറയണ്ടേ, എന്തെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണ്ട. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒരു സ്ഥാപനം നമ്മൾ നടത്തുന്നത് പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ. ആ വ്യക്തികൾ അവർക്കൊരു ഇത് വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ പിന്നെന്താ, ഇന്നലെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞു, സാർ എനിക്കിപ്പോൾ ഫുള്ള് അടയ്ക്കാൻ പറ്റില്ല, ഞാൻ ഈ അടുത്ത് തന്നെ വേഗം അടയ്ക്കാം, അങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സ് ഞാൻ ഇത്ര കൊണ്ടുതരാം, പക്ഷെ അത്രയെങ്കിലും നമുക്ക് ഒപ്പിക്കണ്ടേ, എന്താണെന്ന് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാണെങ്കിൽ ഓണർ സ്ഥലത്തില്ലേനും, നമ്മൾ അഡ്വാൻസ് വാങ്ങാമെന്ന് വെച്ചാലേ സ്ഥലത്തില്ലാനും എന്ത് കാട്ടും എന്നുള്ളൊരു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ റിസ്ക് എടുത്തിട്ടൊക്കെ പഠിക്കണോ? ചിന്തിക്കും. 100ൽ ഒരു 25% ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും. കാരണം ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോകണില്ലേ, ജോലിക്ക് പോയാൽ പോരെ, പഠിക്കണോ, അങ്ങനെ ചിന്തിക്കും. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ തുടക്കേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊറോണ സമയത്ത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിന് ഒരു തുടത്തിൽ 8000 ഉറുപ്പ്യ, വേറൊരു തുടത്തിൽ 3000-ൻ്റെ അടുത്ത്, അങ്ങനെ 2 കോഴ്സ് ഒരേ ടൈമിൽ പഠിക്കാൻ നോക്കിനെ. അപ്പോഴാണ് എനിക്ക് ഓരോരോ ആപത്തുകൾ മുൻകൂട്ടി പറഞ്ഞ് വരില്ലല്ലോ. അത് സർപ്രൈസ് ആയിട്ടല്ലേ നമുക്ക് വരുള്ളൂ. നമുക്ക് നല്ല ആർക്കായാലും അങ്ങനെയല്ലേ വരുള്ളൂ. അന്നിപ്പോൾ അങ്ങനെ ഓരോന്നും വന്ന് പിന്നെ എന്താ പറയുക, നമുക്ക് നേടാൻ പറ്റിയിട്ടില്ലെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല പൈസ. ഒന്നുമില്ലെങ്കിലും പണ്ടം പണയം വെച്ചും കണ്ടിട്ടായിരുന്നു ആ ടൈമിൽ കുറച്ച് എമൗണ്ട് നമുക്ക് വേണമല്ലോ. അന്നിപ്പോൾ കൊറോണ സമയത്ത് അങ്ങനെയൊക്കെ ആട്ടോ കഴിച്ചിലായ ഉള്ള പൊന്നുകളൊക്കെ ഒന്ന് ബാങ്കിൽ, ഞാനെന്നല്ല അധികം ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു കാലഘട്ടം നമ്മൾ കഴിച്ചു കൂട്ടിയതില്ലേ കൊറോണ സമയം. അപ്പോൾ കുറച്ച് ഒരു പണ്ടങ്ങനെ വെച്ചും കണ്ട് പണയപ്പെടുത്തിയിട്ട് കുറച്ച് ഞാൻ പഠനത്തിലേക്കും ബാക്കി നമ്മളെ വീട്ടുകാര്യങ്ങളിലേക്കും ആയിട്ട് തന്നെ അങ്ങനെ ജോലി ഉണ്ട്. പക്ഷേ ഡെയിലി ജോലി ഉണ്ടാവില്ലല്ലോ, പിന്നെ നമ്മൾ വാടകയും കൂടിയല്ലേ, വാടകയും കൊടുക്കണ്ടേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നില്ലേ. 1-2 കൊല്ലം ശ്വാസം മുട്ടിയിട്ടല്ലേ എല്ലാവരും ജീവിച്ചത്. അങ്ങനെയല്ലേ, സാധാരണക്കാരതിൽ അപ്പുറമായിരിക്കും. ഉള്ളവന് പിന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സാധാരണക്കാരൊക്കെ അവസ്ഥ തദ്ദൈവ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ലെവലിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് കാരണം ആ പൈസ കളയാൻ എന്നെ കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്, പക്ഷേ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ കോഴ്സ് അടുത്ത മാസം കൊണ്ട് തീരും. പിന്നെ അതും അല്ലാണ്ട് എനിക്ക് വേറൊരു സർജറി, കൈയിൻ്റെ കൂടാണ്ട് വേറൊരു സർജറി വന്നു. അതിന് 1 കൊല്ലത്തിൻ്റെ റെസ്റ്റ് വേറെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് എന്തായാലും പണിക്ക് പോകാനൊക്കത്തില്ലല്ലോ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ. ഇനിയത്തെ കോഴ്സുകളൊക്കെ ജോലി അതിൻ്റെ കൂടെ സൈഡായിട്ട് പഠനം, അത്രേ വരുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യുള്ളൂ.
എത്ര തന്നെയായാലും ഒരു മനുഷ്യൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നതല്ലേ ഇതാക്കണ്ടേ. പിന്നെ ഏട്ടനും ഇൻട്രസ്റ്റ് ആണ്, എനിക്കും ഇൻട്രസ്റ്റ് ആണെന്ന് അറിയുന്നതിനെ കൊണ്ട് തന്നെ അതങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഉത്തരം കിട്ടിയില്ലേ. പിന്നെ പറയാൻ വന്നത് നമ്മളെ ഫീസിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ സാറ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഓക്കെ ആക്കി തന്നിക്കേ. പിന്നെ എക്സാം ടൈമിൻ്റെ മുന്നേ ആയിട്ട് ബാക്കി ക്ലിയർ ആക്കിക്കോളാമെന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത് പക്ഷെ നമുക്ക് പൈസ കിട്ടണ്ടേ, എന്ത് കാണിക്കും. മെനിയാന്ന് തൊട്ട് ഞാൻ പറയുന്നുണ്ട് എന്താ ചെയ്യട്ടാ, എന്താ ചെയ്യുക, നമുക്ക് എന്താ ഇപ്പോൾ കാട്ടുന്നൊക്കെ. എന്നാലും എനിക്കെന്തല്ലേ ആ ഒരു നിമിഷത്തിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ ആയിരിക്കും ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ ജീവിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ഇതുവരെക്കും അങ്ങനെ ജീവിച്ച ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. ആ വിശ്വാസം പോക്കി തന്നിട്ടൊന്നുമില്ല. അന്നിപ്പം ഇന്നോടിപ്പം നാളെ ഇപ്പം ഞായറാഴ്ച അല്ലേ, എവിടെ മുട്ടിയാലും തുറക്കപ്പെടില്ല ഞായറാഴ്ചകളിൽ. എല്ലാവരും എന്താ പറയുക ഹാപ്പി ആകുന്ന ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ. പിന്നെ അതിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏട്ടൻ വേറൊരാളിങ്ങനെ വിളിച്ച് ചോദിച്ചു. അപ്പം ഓ തരാമെന്ന് പറഞ്ഞു. കാരണം അടുത്ത ആഴ്ച നമുക്ക് പൈസ കിട്ടും, തിരിച്ചു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. നമ്മളെ പൈസ അടുത്ത ആഴ്ച കിട്ടും, അത് തിരിച്ചു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയായി. ഇപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ പറയണതെന്ന്. ഇത് ശരിക്കും പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയണം. കാരണം ജീവിതത്തിൽ പല പല സിറ്റുവേഷനും വരും. ഇനി എന്ത്, അയ്യോ എല്ലാം മുടക്കും, അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞ ശുഭാപ്തി വിശ്വാസം വെച്ചാൽ ഒരു ശക്തി നമ്മളിൽ ഉണ്ടാവും. എന്താ പറയുക, ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ആ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ഇതാക്കാൻ, അടുത്ത ആഴ്ച തന്നെ തരും എന്നുള്ള ലെവൽ നമുക്ക് അടുത്ത ആഴ്ച കിട്ടും. അന്നപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പ എന്താന്ന് കഴിച്ചിലാക്കി തരണേ ഗുരുവായൂരപ്പ, എനിക്ക് ഫുള്ളിപ്പോൾ കൊടുക്കാനില്ലെങ്കിലും പറഞ്ഞ എമൗണ്ട് കൊടുക്കാനുള്ളത് എന്തെങ്കിലും ആക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് സെറ്റായിട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എന്തെന്ന് ചിന്തിക്കുക നിസ്സാരമാണ്. നമ്മളെ ജീവിതത്തിന് നമ്മൾ തന്നെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ മാർക്ക് ആവാൻ പാടില്ല. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഈ മനുഷ്യ ജീവിതമാണ്. ഭൂമിയിൽ കൊടുത്ത ഒരു ജീവൻ്റെ ഇതെന്ന് പറയുമ്പോൾ മനുഷ്യ രൂപത്തിൽ കിട്ടിയ ആ ജീവൻ ഉണ്ടല്ലേ, അതാണ് ഏറ്റവും മഹത്തായതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവ് മനുഷ്യനോളം വേറെ ഒരു ജീവിക്കും ഇല്ല അല്ലേ. പക്ഷെ ഇപ്പോൾ ക്രൂരത കാണിക്കുന്നതും മനുഷ്യൻ തന്നെ, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയാം, ഇപ്പോഴും ഉണ്ട് എവിടെയോ പാട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാട്ടോ. കേൾക്കുന്നുണ്ടോ? വീട്ടിൻ്റെ മുന്നിൽ തന്നെ ആവട്ടെ, പ്ലേ ആവട്ടെ അല്ലേ. അന്നിപ്പം നമ്മളെ ഒരു ഇത് ഇപ്പോഴും അന്യം നിന്ന് പോയിട്ടില്ല, നല്ല മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ട്. ദൈവം നേരിട്ടിറങ്ങി വരുമൊന്നുമില്ല. ഏതെങ്കിലും മനുഷ്യന്മാരുടെ രൂപത്തിലോ എന്തെങ്കിലും വസ്തുക്കളെ രൂപത്തിലോ ഏതെങ്കിലും ജീവികളെ രൂപത്തിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ വരുള്ളൂ. വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഞാൻ ദൈവമേ ഇങ്ങനെ വിളിച്ചില്ലേ, അങ്ങനെ. പിന്നെ ദുഃഖവും സന്തോഷവും ഒരേ ത്രാസിലുള്ള രണ്ട് വശങ്ങളാണ്. ഓരോ നാണയത്തിൻ്റെ രണ്ട് വശം, ദുഃഖവും സന്തോഷവും രണ്ടും നമ്മൾ സ്വീകരിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക എന്താ അറിയോ, എന്തെന്നെ നീ തന്നാലും ഒപ്പം നീ ഉണ്ടാവണേ ഭഗവാനെ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ. കാരണം സങ്കടമാണെങ്കിൽ നമുക്ക് താങ്ങായിട്ടും സന്തോഷമാണെങ്കിൽ അതിൽ പങ്ക് തരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് സന്തോഷം മാത്രം തന്നാൽ മതി, ദുഃഖം തരല്ലേന്ന് ഇന്നേവരെക്കും ഞാൻ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് എന്നല്ല, എപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ 14 ദുഃഖങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവിടെയും ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തിൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനുണ്ട്, ഒരു താങ്ങായി തണലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തങ്ങളടുത്ത് സ്വന്തം മാതിരി തന്നെ നെഞ്ചത്ത് തൊട്ട് പറയാണ്, ആര് എന്ത് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും എവിടെയോ നമ്മളെ കാണാമറയത്ത ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ ശരിയിൽ കൂടെ നടക്കുന്നവരാണെന്ന് വെച്ചാൽ തീർച്ചയായും ഏതൊരു ഇതിലും ഈശ്വരൻ താങ്ങായി തണലുണ്ട്. എല്ലാ വിശ്വാസങ്ങൾക്കും രൂപങ്ങളില്ലാത്ത വിശ്വാസികളുണ്ടാവും, രൂപങ്ങളുള്ള വിശ്വാസികളുണ്ടാവും അല്ലേ. എങ്ങനെയായാലും ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് കാത്തു നിൽക്കും, നമുക്ക് തുണയായിട്ടുണ്ടാവും. അത് കാരണം ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, വലിയൊരു തീച്ചൂളയിലേക്ക് ഒരു തുള്ളി എന്നല്ല, ഒരു മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു തണുപ്പല്ലേ, ആ ഒരു ഫീല് ഉണ്ട് കേട്ടോ.
സത്യമായിട്ടും പറയുകയാണ്. ഇന്നലെ ഞാൻ അങ്ങനെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്കൊരു ആ മൈൻഡ് കിട്ടണില്ല. അന്നിപ്പം ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും ലോഡ് കണക്കിന് ഉണ്ടാക്കി. പിന്നെ ഒരു വാക്കാണ് ഏറ്റവും വലുത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അതായത് കുറച്ചെങ്കിലും നമ്മൾ കൊടുത്താലല്ലേ ഉള്ളൂ അതിനൊരു കാര്യമുള്ളേ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ ഞങ്ങൾ ഒന്നിച്ച് ടാറ്റ ബൈ ബൈ പറയുകയാണേ. ബൈ.